എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു വർക്ക് തന്നെയാണ് ഹൈക്രോസിൻ്റെയാണ്. ഹൈക്രോസ് ZX ഒരു വേരിയൻറ്റിലാണ് നമ്മൾ ഒരു മോഡിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആക്സറീസ് എല്ലാം ഉണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള ആക്സറീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മെയ്ബാക്ക് ഗ്രില്ലാണ്. സാധാരണ ഹൈക്രോസിനായിട്ട് 3 ടൈപ്പ് ഗ്രില്ല് വരുന്നുണ്ട്. ജിയ ഗ്രില്ല് വരുന്നുണ്ട്, ഇതേപോലെ മെയ്ബാക്ക് ഗ്രില്ലിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. സാറ്റിൻ ഫിനിഷും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ക്രോം ഫിനിഷും വരുന്നുണ്ട്. ഇതിനകത്തൊരു സാറ്റിൻ ഫിനിഷ് വരുന്ന മെയ്ബാക്ക് ഗ്രില്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ പ്രധാനമായിട്ട് വരുത്തിക്കുന്ന മാറ്റം ഈ കാണുന്ന ഈ മോഡലിസ്റ്റയാണ്. ഈ ഫ്രണ്ട് മോഡലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫുൾ വൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ലിന് അത്യാവശ്യം ലുക്ക് ചേർത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഫോഗ് ലാമ്പ് വരുന്ന പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് എൻഡ് നല്ല പക്ക ലുക്കിലാണ് കിട്ടിയിരിക്കുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഡോർ വൈസർ, അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ്, ഇത് രണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ZX ആയതുകൊണ്ട് തന്നെ 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. പിന്നീട് ഇതിനകത്ത് സൈഡ് സ്കേർട്ട് യൂസ് ചെയ്തിട്ടില്ല മോഡലിസ്റ്റിൻ്റെ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഫുഡ് സ്റ്റെപ്പ് വരുന്നത് കൊണ്ട് നമുക്ക് മോഡലിസ്റ്റിൻ്റെ സൈഡ് സ്കേർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ മോഡലിസ്റ്റിൻ്റെ സൈഡ് സ്കേർട്ട് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പ്, രണ്ടിലൊരെണ്ണം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മോഡലിസ്റ്റിൻ്റെ കോമ്പിനേഷൻ ഇതേപോലെയാണ് വരുന്നത്. നമ്മുടെ ഈ എൻഡ് പാർട്ട് മാറ്റായിരിക്കും വരുന്നത്. ഈ മാറ്റിൽ നിന്നാണ് പിന്നീട് ഫുൾ വീലാർച്ച് തുടങ്ങുന്നത്. അങ്ങനെ പോയിട്ട് കറങ്ങി ഫുഡ് സ്റ്റെപ്പിൻ്റെ അതിലെ കൂടെ കയറി സെക്കൻഡ് വീലാർച്ച് കൂടെ വന്ന് അവിടെ എൻഡ് ചെയ്യും. ആ ഒരു പാറ്റേണാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിന് പ്രധാനപ്പെട്ട വ്യത്യാസം വരുത്തിയിരിക്കുന്ന റിയർ ഭാഗത്താണ്. അപ്പോൾ റിയർ ഭാഗത്താണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വ്യത്യാസവും വന്നിരിക്കുന്നത്. റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആൽഫ്രഡിൻ്റെ ടെയിൽ ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൽഫ്രഡിൻ്റെ ടെയിൽ ലാമ്പ് വന്നപ്പോൾ തന്നെ വൈറ്റ് വണ്ടിയുടെ ലുക്ക് ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ആൽഫ്രഡിൻ്റെ ടെയിൽ ലാമ്പ് 2 കളറിൽ വരുന്നുണ്ട്, വൈറ്റിലും വരുന്നുണ്ട്, അതേപോലെ സ്മോക്ക് എഡിഷനിലും വരുന്നുണ്ട്. ഇത് റെഡാണ് വെച്ചിരിക്കുന്നത്, റെഡിലും വരുന്നുണ്ട്, സ്മോക്കും വരുന്നുണ്ട്. ഇതിനകത്ത് റെഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മോഡലിസ്റ്റ്, ഈ താഴെ കാണുന്ന മോഡലിസ്റ്റിൻ്റെ പാർട്ട് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളൊരു വൈറ്റ് വണ്ടിയിൽ ഒരു 3 കളർ കോമ്പിനേഷനിലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ പെർട്ടിക്കുലർ വാഹനത്തിൽ ഫുള്ള് വൈറ്റ്, കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം ഫുൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റിയർ എൻഡ് കാണാൻ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഇപ്പോൾ വണ്ടിയിൽ കിട്ടിയിരിക്കുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ നമ്മളൊരു ട്രേ ടൈപ്പ് മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റോയിലും വരുന്ന രീതിയിലുള്ള മാറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്കൊരു GFX എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്, കൂസോ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട്, പല ബ്രാൻഡിൻ്റെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൂളിംഗ് ഫിലിം എല്ലായിടത്തും ആഡ് ചെയ്തിട്ടുണ്ട്. 50% ലീഗലായിട്ടുള്ളൊരു കൂളിംഗ് ഫിലിമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൂളിംഗ് ഫിലിം ആഡ് ചെയ്താൽ മാത്രമേ വണ്ടിക്ക് കറക്റ്റ് ഒരു ലുക്ക് വരും. ഇപ്പോൾ ബ്ലാക്ക് വണ്ടി ആയാലും ശരി, വൈറ്റ് വണ്ടി ആയാലും ശരി, കൂളിംഗ് ഫിലിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആൽഫ്രഡ് ടെയിൽ ലാമ്പ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ആൽഫ്രഡ് ടെയിൽ ലാമ്പിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. പാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ടെയിൽ ലാമ്പ് ഓണായി വരും. ഇപ്പോൾ ലൈറ്റ് കുറവാണ്, ഒന്ന് ഡാർക്കാക്കി നോക്കാം. ഇപ്പോൾ ഫുള്ള് ഇല്യൂമിനേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ലുക്കിലാണ് ആൽഫ്രഡ് വരുന്നത്. ആൽഫ്രഡ് ടെയിൽ ലാമ്പ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഏകദേശം 33,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട് ആൽഫ്രഡ് ടെയിൽ ലാമ്പിന്. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി തന്നെയുണ്ട്. നമ്മൾ നോർമൽ ലെക്സസ് ടൈപ്പ് ടെയിൽ ലാമ്പൊക്കെ ആകുമ്പോൾ ഏകദേശം 16,500 രൂപ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഈ ടെയിൽ ലാമ്പ് നോക്കുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും. ZX വണ്ടിയിൽ എല്ലാ വണ്ടിയിലും കറക്റ്റായിട്ട് ചേരും. ZX ഈ മോഡലിസ്റ്റ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് വണ്ടി.